അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1480, സൂറത്തുൻ നഹൽ 126 മുതൽ 128 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإن عاقبتم فعاقبوا بمثل ما عوقبتم به ولئن صبرتم لهو خير للصابرين واصبر وما صبرك إلا بالله ولا تحزن عليهم ولا تك في ضيق مما يمكرون إن الله مع الذين اتقوا والذين هم محسنون. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. وإن عاقبتم, നിങ്ങൾ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ ഫആഖിബു, നിങ്ങൾ അവരെ ശിക്ഷിക്കുക ബിമിസ്ലി മാ ഉഖിബ്തും ബി, നിങ്ങളെ ഇങ്ങോട്ട് ശിക്ഷിക്കപ്പെട്ടതിന്റെ അതേ അളവിൽ. വലഇൻ സബർത്തും, എന്നാൽ നിങ്ങൾ ശിക്ഷിക്കാതെ ക്ഷമ കൈക്കൊള്ളുകയാണെങ്കിൽ ലഹുവ, ആ ക്ഷമ ഖൈറുൽ ലിസ്സാബിരീൻ, ക്ഷമിക്കുന്ന ആളുകൾക്ക് ഏറ്റവും ഉത്തമമായതാണ്. വസ്ബിർ, നബിയെ അങ്ങ് ക്ഷമിക്കുക. വമാ സബറുക ഇല്ലാ ബില്ലാഹ്, അങ്ങയുടെ ക്ഷമ അല്ലാഹുവിനെ കൊണ്ട് മാത്രമാണ്. വലാ തഹ്സൻ അലൈഹിം, അവരുടെ മേലിൽ തങ്ങൾ ദുഃഖിക്കണ്ട. വലാ തകു ഫീ ളൈഖിൻ മിമ്മാ യംകുറൂൻ, നിഷേധികൾ ഉണ്ടാക്കുന്ന കുതന്ത്രങ്ങളുടെ കാര്യത്തിൽ തങ്ങൾക്ക് മനസ്സിന് ക്ലേശമുണ്ടാവുകയും വേണ്ട. കാരണം ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു മഅല്ലദീന തഖൗ, ഭക്തന്മാരായ ആളുകളോടൊപ്പമാണ്. വല്ലദീനഹും മുഹ്സിനൂൻ, നന്മ ചെയ്യുകയും ചെയ്യുന്നവരോടൊപ്പമാണ് അല്ലാഹുവിന്റെ സഹായം കൊണ്ട് എന്നല്ലാഹു പറഞ്ഞു. കഴിഞ്ഞ ആയത്തിൽ ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ എന്ന് തുടങ്ങി അല്ലാഹുവിന്റെ മതത്തിലേക്കുള്ള ക്ഷണത്തിന് 3 രീതി പറഞ്ഞല്ലോ. ഒന്ന് ഹിക്മത്ത് ഉപയോഗിച്ച്, മറ്റൊന്ന് നല്ല ഉപദേശങ്ങൾ കൊണ്ട്, മൂന്നാമത്തത് ആശാവഹമായ മാതൃകാപരമായ സംവാദങ്ങൾ കൊണ്ട്. എന്നാൽ ഈ വിധത്തിലുള്ള ദഅവത്ത്, പ്രബോധനം, ആ പ്രബോധനം നടക്കുമ്പോൾ നിങ്ങൾ ഇസ്ലാമിലേക്ക് വരണം, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് വരണം, പടച്ച തമ്പുരാനെ സ്വീകരിക്കണം, അവന്റെ വിധിവിലക്കുകൾ ശ്രദ്ധിക്കണം എന്നാണല്ലോ പറയാ. അങ്ങനെ പറയുമ്പോ ആ പറയുന്നതിന്റെ ഉള്ളിൽ അവർ ഇസ്ലാമിലേക്ക് വരുമ്പോൾ അവർ നിലവിലുള്ള അവരുടെ ആശയങ്ങളെ വലിച്ചെറിയേണ്ടതുണ്ട്. നിലവിലുള്ള അവരുടെ നിലപാടുകളിൽ നിന്ന് അവർ മാറേണ്ടതുണ്ട്. സ്വാഭാവികമായും അവരുടെ പിതാക്കളുടെയും പൂർവികരുടെയും ഒക്കെ മാർഗം ഒഴിവാക്കണം. എന്നിട്ട് നിങ്ങൾ ശരിയായ മതത്തിലേക്ക് വരണം എന്ന് പറയുമ്പോൾ ആ മതത്തിൽ നിലകൊള്ളുന്ന നിലപാട് സ്വീകരിക്കുകയും അതുതന്നെയാണ് ശരിയെന്ന് ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന മനുഷ്യന്മാരെ മനസ്സിൽ ഈ ശരി ഉൾക്കൊള്ളാൻ സാധിക്കാതെ വരികയാണെങ്കിൽ സ്വാഭാവികമായും അവർക്ക് അതിഗുരുതരമായിട്ടുള്ള വെറുപ്പും അതേപോലെ തന്നെ മനസ്സിന്റെ ഉള്ളിൽ അങ്ങേയറ്റത്തെ കാഠിന്യവും ദേഷ്യവും ഒക്കെ അവർക്കുണ്ടാവും. കാരണം നിലകൊള്ളുന്നതിൽ നിന്ന് മാറാൻ വേണ്ടി പറയുമ്പോൾ അത് ശരിയല്ല എന്നാണ് അവർ മനസ്സിലാക്കുന്നതെങ്കിൽ, അവർ നിലവിലുള്ള രീതി തന്നെയാണ് ശരിയെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ അതിന് വിരുദ്ധമായ ഒരു ആശയത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ അവർക്ക് സ്വാഭാവികമായും ഈർഷ്യതയുണ്ടാകും. അങ്ങനെ ഈർഷ്യതയുണ്ടായാൽ അത് കേൾക്കുന്ന പല ആളുകൾക്കും ഈ പ്രബോധനം നടത്തുന്ന നല്ലവരായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അതേപോലെ തന്നെ സഹാബത്തിനെയും ഒക്കെ കൊന്നുകളയാനോ അല്ലെങ്കിൽ ആക്രമിക്കാനോ അല്ലെങ്കിൽ ചീത്ത വിളിക്കാനോ ഒക്കെയുള്ള ഒരു മാനസികാവസ്ഥയുണ്ടാകാം. അങ്ങനെ മാനസികാവസ്ഥയുണ്ടായാൽ അവരൊരു പക്ഷെ അതിനനുസരിച്ച് റിയാക്ട് ചെയ്യുകയും ചെയ്തേക്കും. അവർ ചിലപ്പോ ഈ സത്യപ്രബോധനം നടത്തുന്ന സത്യവിശ്വാസികളായ നല്ലവരായ മനുഷ്യന്മാരെ കൊന്നുകളഞ്ഞേക്കാം. ചിലപ്പോൾ അവരെ ആക്രമിക്കുന്ന രീതി സ്വീകരിച്ചേക്കാം. ചിലപ്പോൾ അവർക്കെതിരെ ചീത്ത വിളിക്കുന്ന സ്വഭാവം സ്വീകരിച്ചേക്കാം. എന്നാൽ ഇങ്ങനെയുള്ള എന്തു സംഗതികളുണ്ടായാലും അതിന് പ്രതികാരമോ അല്ലെങ്കിൽ മറുപടിയോ കൊടുക്കുന്ന സമയത്ത് സത്യവിശ്വാസിയായിട്ടുള്ളയാൾ
അദ്ദേഹം നീതിയും അതേപോലെ തന്നെ ധർമ്മവും വിട്ടുകടക്കാൻ പാടില്ല, നിഷ്പക്ഷതയുടെ അതിർ വരമ്പുകൾ ലംഘിക്കാൻ പാടില്ല. ഇങ്ങോട്ട് ഏത് രൂപത്തിലാണോ പ്രതികരണം ഉണ്ടായത് അതിനേക്കാൾ അല്പം പോലും മോശമായ രീതി അങ്ങോട്ട് അധികമാക്കാനും പാടില്ല പ്രതികരിക്കുകയാണെങ്കിൽ പോലും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പഠിപ്പിക്കുകയാണ്. വൈൻ ആഖബതും ഫആഖിബു എന്ന് പറയുന്ന സൂക്തത്തിലൂടെ ഇമാം റാസി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നു. നോക്കൂ എത്ര വസ്തുതാപരമാണിത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നീണ്ട 40 കൊല്ലം മക്കയിൽ ജനങ്ങൾക്കിടയിൽ സമാദരണീയനായിരുന്നുവല്ലോ. അവർക്കാർക്കും മുത്തുനബിയെക്കുറിച്ച് ഏതെങ്കിലും അർത്ഥത്തിലുള്ള എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നുവോ? ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കള്ളം പറയുമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള അരുതായ്മകളുടെ കൂട്ടാവുമെന്നോ അവർക്ക് ധാരണയേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അബൂ ഖുബൈസ് പർവ്വതത്തിന്റെ മുകളിലേക്ക് അവരെ മുഴുവനും വിളിച്ചു വരുത്തി, ഈ കാണുന്ന പർവ്വതത്തിന്റെ അപ്പുറത്തുകൂടി നിങ്ങളെ ആക്രമിക്കാൻ ഒരു സർവായുധ സംഘം സജ്ജരായി വരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ സ്വീകരിക്കുമോ അതല്ല എന്റെ ഈ പ്രസ്താവന തള്ളിക്കളയുമോ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ചോദിച്ചപ്പോൾ പോലും അവർ പറഞ്ഞ മറുപടി എന്താണ്? ഈ നീണ്ട കാലയളവിനിടക്ക് ഞങ്ങളോട് ഒരിക്കലും തന്നെ ശരിയല്ലാത്ത ഒന്നും പറയാത്ത നിങ്ങൾ ഒരു അപ്രതീക്ഷിതമായ അറ്റാക്കിന് ഒരു സമൂഹം നമുക്കെതിരെ തിരിയുന്നുണ്ട്, ഈ പർവ്വതത്തിന്റെ അപ്പുറത്തുകൂടെ റെഡിയായി വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാതിരിക്കാൻ ഞങ്ങളുടെ മുന്നിൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. കാരണം നിങ്ങളെ സംബന്ധിച്ച് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു സത്യവിരുദ്ധമായ പ്രസ്താവന ഞങ്ങൾക്ക് പരിചയമില്ല എന്ന് അവർ പറയുകയും മുത്തുനബിയുടെ സത്യസന്ധതയും അവർക്ക് റസൂലുള്ളാഹിയോടുള്ള മതിപ്പ് ഒന്നുകൂടി പ്രഖ്യാപിക്കുകയും ചെയ്തതിനു ശേഷമാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന തൗഹീദിനെ കുറിച്ച് പറഞ്ഞത്. പക്ഷെ അതിന്റെ തൊട്ട് മുമ്പത്തെ നിമിഷത്തിൽ പോലും മുത്തുനബി സത്യസന്ധനാണ്, ശരിയല്ലാത്തത് പറയില്ല എന്ന് പറഞ്ഞവർ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞതോടുകൂടെ അവരുടെ മട്ടും ഭാവവും മാറി, അവരുടെ സൗഹൃദം ശത്രുതയ്ക്ക് വഴിമാറി. അവരിൽ നിന്നുണ്ടായിരുന്ന സത്യസന്ധമായിട്ടുള്ള നബിതങ്ങളെക്കുറിച്ചുള്ള വിലയിരുത്തൽ കാട് കയറിയ ആക്ഷേപത്തിലേക്ക് അത് വഴിമാറുകയാണ്. അങ്ങനെ നബിതങ്ങളെ ചീത്ത പറയാൻ, അള്ളാഹുവിന്റെ റസൂലിനെ ഉപദ്രവിക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊന്നുകളയാൻ വരെ വിവിധ ഘട്ടങ്ങളിൽ അവർ പദ്ധതികൾ തയ്യാറാക്കുകയുണ്ടായി. അപ്പൊ സ്വാഭാവികമായും ശരിക്കും സത്യത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്ക് ആ പ്രബോധനത്തിന്റെ പേരിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രതിസന്ധികൾ എത്ര വലുതായിരുന്നു. എന്നാൽ ആ പ്രതിസന്ധികൾ അനുഭവിക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും ഒന്ന് തിരിച്ചടിച്ചാലോ എന്ന തോന്നലുണ്ടാകുകയാണെങ്കിൽ അതിന് നിബന്ധനകളൊക്കെ പാലിക്കണം. ആ നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ട് തിരിച്ചടിക്കുമ്പോഴും ഇങ്ങോട്ട് എത്രയാണോ ഉണ്ടായത് അതേ അളവിലേ തിരിച്ചു പാടുള്ളൂ. അല്ലാതെ ഒരാൾ ഇങ്ങോട്ട് എന്തെങ്കിലും ചെയ്താൽ അങ്ങട് അതിന്റെ ഇരട്ടി ആയിട്ട് പ്രഹരം കൊടുക്കുക എന്ന രീതി അത് നിഷ്പക്ഷതക്കോ നീതിക്കോ ചേർന്നതല്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. എന്നാൽ അങ്ങനെ അതേ അളവിൽ തന്നെ തിരിച്ചു കൊടുക്കുന്നതിനേക്കാളും നല്ലത് ക്ഷമ കൈക്കൊള്ളുകയാണ് എന്നുകൂടി അല്ലാഹു തആല ഉണർത്തുകയാണ് ഇവിടെ. അതാണ് വൈൻ ആഖബതും, നിങ്ങൾ ശത്രുക്കൾക്ക് ശിക്ഷ നൽകുകയാണെങ്കിൽ ഫആഖിബൂ ബിമിസ്ലി മാ ഉഖിബതും ബി, നിങ്ങളോട് ഇങ്ങോട്ട് ഏത് വിധത്തിലാണോ ശിക്ഷ നൽകപ്പെട്ടത് അതേപോലെ നിങ്ങൾ ശിക്ഷിക്കണം. അതിനേക്കാൾ നിങ്ങൾ കൂട്ടാൻ പാടില്ല. എന്നാൽ അത്ര തന്നെ ശിക്ഷ കൊടുക്കുന്നതിന് പകരം വലഇൻ സബർത്തും, നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ ലഹുവ ഖൈറുൽ ലിസ്സാബിരീൻ, ക്ഷമിക്കുന്നവർക്ക് അതാണ് ഉത്തമം. നിങ്ങൾ ക്ഷമിച്ചോളൂ, പ്രതികാരം വേണ്ട, അതിന് മറുപടി കൊടുക്കണ്ട എന്നർത്ഥം. ബഹുമാനപ്പെട്ട ഖുർആനിൽ ഈ സൂക്തം അവതരിക്കാനുണ്ടായ പശ്ചാത്തലം സംബന്ധിച്ച് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നു. തഫ്സീർ ഖാസിനിൽ നിന്ന് ഞാൻ വായിക്കാം. ബഹുമാനപ്പെട്ട മഹാൻ പറയുന്നു, ഈ സൂക്തം മദീനയിലാണ് അവതരിച്ചത്. ഉഹദ് ശുഹദാക്കളുമായി ബന്ധപ്പെട്ടാണ് ഈ സൂക്തത്തിന്റെ അവതരണം. അതെന്താണ്? മുസ്ലിമീങ്ങൾ ബദറിൽ അതിശക്തമായ വിജയം കാഴ്ചവെച്ചു. അതിന് പ്രതികാരമെന്നോണം ഉഹദിലേക്ക് ശത്രുക്കൾ ഏതു വിധേനയും വിജയിച്ചേ തിരിച്ചു വരൂ എന്ന തീരുമാനത്തോടുകൂടെ ഉഹദിലേക്ക് വന്നു. പക്ഷെ ഉഹദിലും ബദറിന്റെ തനിയാവർത്തനം ഒരു ഘട്ടത്തിലുണ്ടായി. പിന്നീട്
അപ്രതീക്ഷിതമായ ഒരു അറ്റാക്കിന് അവർക്ക് വേദി ഒരുങ്ങിയപ്പോൾ അവര് മുസ്ലിമീങ്ങൾക്ക് നേരെ അതിശക്തമായിട്ടുള്ള ഇടപെടൽ നടത്തി. അതിൽ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് 70 രക്തസാക്ഷികളുണ്ടായി. ചരിത്രം ഞാൻ വിശദീകരിക്കുന്നില്ല, നമുക്കെല്ലാവർക്കും അറിയാൻ പലവട്ടം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആ 70 രക്തസാക്ഷികൾ ഉണ്ടായപ്പോൾ ഈ രക്തസാക്ഷികളിൽ നിന്ന് പലരെയും അവർ മരണപ്പെട്ടതിന് ശേഷവും അവരുടെ ഈർഷ്യത തീരാതെ ശരീരം അങ്ങേയറ്റം വികൃതമാക്കുന്ന ശൈലി സ്വീകരിച്ചു. ആ രക്തസാക്ഷികളായിട്ടുള്ള ആളുകളെ മരണത്തിന് ശേഷം അവരുടെ ശരീരത്തിൽ ഒരുപാട് വികൃതമായിട്ടുള്ള സ്വഭാവങ്ങൾ അവരുണ്ടാക്കി. അതായത് വയറ് കീറുക, അതേപോലെ തന്നെ ശരീരത്തിന്റെ അവയവങ്ങളൊക്കെ മുറിച്ചു മാറ്റുക. എല്ലാ മുസ്ലിമീങ്ങളെയും തഫ്സീർ ഖാദിൽ നമുക്ക് കാണാം, ഹത്താ ലം യബ്ഖ അഹദും മിൻ ഖത്ലൽ മുസ്ലിമീന ഇല്ലാ മുസ്തില ബിഹി ഗൈറ ഹൻളലത ബിൻ അബി ആമിർ അർ-റാഹിബ്. അബൂ ആമിറിന്റെ മകനായ ഹൻളല റളിയല്ലാഹു അൻഹു, ഗസീലുൽ മലായിക എന്ന പേരിൽ അറിയപ്പെടുന്ന ഹൻളല റളിയല്ലാഹു അൻഹു അല്ലാത്ത മുഴുവൻ രക്തസാക്ഷികളുടെ ശരീരവും മരണപ്പെട്ടതിന് ശേഷവും ഈർഷ്യത തീരാതെ അവർ വികൃതമാക്കിയിരുന്നു എന്ന്. ഹൻളല റളിയല്ലാഹു അൻഹുവിനെ തന്നെ അവർ ഒഴിവാക്കാൻ കാരണം, ഹൻളല റളിയല്ലാഹു അൻഹുവിന്റെ പിതാവായ അബൂ ആമിർ എന്ന് പറയുന്ന മനുഷ്യൻ നേരത്തെ മദീനത്തുണ്ടായിരുന്ന ആളാ, റസൂലുള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ച ആളായിരുന്നു. പിന്നീട് അയാൾ രാജിവെച്ച് അപ്പുറത്ത് പോയി മക്കത്തെ മുശ്രിക്കിന്റെ കൂടെ കൂടിയതായിരുന്നു. അയാൾ ഈ യുദ്ധത്തിലേക്ക് വന്ന് മുശ്രിക്കുകളുടെ കൂടെ, അബൂ സുഫിയാന്റെ കൂടെ അദ്ദേഹം ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന്റെ മകനെ ആ മരണത്തിന് ശേഷം ആക്രമിക്കുന്നതിൽ നിന്ന് അവർ ഒഴിവാക്കി. എന്നിട്ട് ബാക്കിയുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കും, അഥവാ 69 പേരുടെയും ശരീരത്തിൽ അവർ വൈകൃതങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പണിയെടുത്തു. അപ്പോ അങ്ങനെ പണിയെടുത്ത് എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട സഹാബത്ത് പലരുടെയും മയ്യത്ത് കാണുമ്പോൾ അവർ വിതുമ്പുകയും പൊട്ടിപ്പോവുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായി. ഉണ്ടായെന്ന് മാത്രമല്ല, അവരുടെ മയ്യത്തുകളെ ഇതിന്റെ 10 ഇരട്ടി ശക്തിയിൽ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും, ഞങ്ങളത് അവർക്ക് കാണിച്ചു കൊടുക്കും, അറബികൾക്ക് ഇതുവരെ കാണാൻ പറ്റാത്ത വിധത്തിലുള്ള പകരം ഞങ്ങൾ ചെയ്യുമെന്ന അർത്ഥത്തിൽ സഹാബത്തിന്റെ ഇടയിൽ നിന്ന് സംസാരങ്ങളുണ്ടായി. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പ്രിയപ്പെട്ട പിതൃവ്യൻ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ആ അനുഗ്രഹീതമായ ശരീരം അത് കണ്ടു നോക്കുമ്പോൾ അവിടുത്തെ മൂക്ക് മുറിച്ചിട്ടുണ്ട്, ചെവികൾ മുറിച്ചെടുത്തിട്ടുണ്ട്, ലിംഗം ഛേദിച്ചിട്ടുണ്ട്, വയറ് കീറിയിട്ടുണ്ട്. അങ്ങനെ അവിടുത്തെ ചങ്ക് പറിച്ചെടുത്ത്, കരള് പറിച്ചെടുത്ത്, ആ കരളിന്റെ ഒരു കഷ്ണം ഹിന്ദ് എന്ന് പറയുന്ന സ്ത്രീ, പിന്നീട് റളിയല്ലാഹു അൻഹ അവർ വിശ്വാസിയായിട്ടുണ്ട്, ആ ഹിന്ദ് ചവച്ച് തുപ്പി എന്ത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വികൃതമാക്കിയ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യിത്ത് വല്ലാതെ വികൃതമാക്കിയ രംഗമുണ്ടായി. ആ രംഗമുണ്ടായപ്പോ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കാഴ്ച ഇങ്ങനെ കണ്ടിട്ട് സഹിക്കാനാവാത്ത വിധം മുത്തനബിയുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ച ആ സംഭവം ഉണ്ടായതിനു ശേഷം തങ്ങൾ പറഞ്ഞു, റഹ്മത്തുള്ളാഹി അലൈക ഫഇന്നക മാ അലിംനാ മാ കുൻത ഇല്ലാ ഫഅാലൻ ലിൽ ഖൈറാത്തി വസൂലൻ ലിർറഹിമി എന്ന് ബഹുമാനപ്പെട്ടവർ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു. ഹംസ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു പറയാണ്, ഓ എളാപ്പ, അങ്ങ് നന്മകൾ ചെയ്യുന്ന ആളായിരുന്നു എന്ന് മാത്രമേ ഞങ്ങൾ മനസ്സിലാക്കുന്നുള്ളൂ. അതേപോലെ കുടുംബ ബന്ധം ചേർക്കുന്ന ആളായിരുന്നു. ഈ വിധത്തിൽ അങ്ങേയറ്റം തങ്ങൾ വലിയ നന്മകളൊക്കെ ചെയ്ത് മുന്നോട്ടു പോകുന്ന സ്വഭാവം സ്വീകരിച്ചിരുന്നു. എന്നിട്ടും ഈ വിധത്തിൽ അവിടുത്തെ ശരീരത്തെ വികൃതമാക്കുന്ന ശൈലി സ്വീകരിച്ച ആ ആളുകളെ പിടികൂടാൻ സാധിക്കുന്നുവെങ്കിൽ അവരുടെ കൂട്ടത്തിൽ നിന്ന് 70 ആളുകളുടെ ശരീരത്തിൽ ഇതേപോലെ ഞാൻ പ്രവർത്തിക്കുക തന്നെ ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപഥം ചെയ്തു. അപ്പോഴാണ് അള്ളാഹു ഈ സൂക്തം അവതരിപ്പിക്കുന്നത്. ഒരാൾക്ക് എന്തെങ്കിലും അപകടം വരുത്തിയാൽ അല്ലെങ്കിൽ ശിക്ഷ നൽകിയാൽ അതിന് പകരം ചെയ്യുന്നത് അതേ അളവിലേ പാടുള്ളൂ. ഒരാളെ ശിക്ഷിച്ചതിന് പകരമായിട്ട് 70 ആളെ ശിക്ഷിക്കുന്നല്ലേ റസൂൽ പറഞ്ഞ്, അത് പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കുകയാണ്. ഇസ്ലാമിന്റെ നീതിയുടേതായിട്ടുള്ള നിർബന്ധ ബുദ്ധി നമുക്കിവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോഴാണ് അല്ലാഹു തആല ഈ സൂക്തം അവതരിപ്പിച്ചത്. അങ്ങനൊന്നും പറ്റൂല, വൈനാഖബതും, നിങ്ങൾ ശിക്ഷ നൽകുകയാണെങ്കിൽ ഫഅഖിബൂ ബിമിസ്ലി മാ ഉഖിബതും ബി, നിങ്ങളെ ഇങ്ങോട്ട് ശിക്ഷിക്കപ്പെട്ടത് എങ്ങനെയാണോ അതേ അളവിലേ ശിക്ഷിക്കാൻ പാടുള്ളൂ, അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. എന്നാൽ അങ്ങനെ ശിക്ഷ കൊടുക്കുന്നതിന് പകരം വലയിൻ സമർത്ഥം നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ
ലഹുവ ഖൈറുൽ ലിസ്സാബിരീൻ, ക്ഷമിക്കുന്നവർക്ക് അതാണ് ഉത്തമം എന്ന് അല്ലാഹു തആല പറഞ്ഞു. അത് ആ ആയത്തിറങ്ങിയതോടുകൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുവെങ്കിലും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു ബൽ നസ്ബിറു, ഞങ്ങൾ ക്ഷമിക്കുകയാണ്, ഖൈറായത് ക്ഷമയല്ലേ, അതുകൊണ്ട് ഞങ്ങൾ ക്ഷമ എന്ന ഏറ്റവും ഉത്തമമായ രീതി സ്വീകരിക്കുകയാണ് എന്ന് പറയുകയും അംസക അമ്മ അറാദ, തങ്ങൾ ഉദ്ദേശിച്ച ആ തീരുമാനത്തിൽ നിന്ന് തങ്ങൾ അത് നടപ്പാക്കണ്ട എന്ന് തീരുമാനിക്കുകയും ചെയ്തു. വകഫറ അൻ യമീനിഹി, അങ്ങനെ 70 ആളുകളെ കൈകാര്യം ചെയ്യുമെന്ന് സത്യം ചെയ്തതിന് അതിൽ പിഴക്കുമ്പോൾ അഥവാ ആ ചെയ്ത സത്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ പ്രായശ്ചിത്തം ചെയ്യണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രായശ്ചിത്തം ചെയ്യുകയും ചെയ്തു എന്ന് തഫ്സീർ ഖാസിനിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ കൃത്യമായി രേഖപ്പെടുത്തുന്ന സംഗതി, നമ്മളോട് ആരെങ്കിലും അതിക്രമം കാണിച്ചാൽ ആ കാണിച്ച അതിക്രമത്തിന് പ്രതികാരം ചെയ്യുകയാണെങ്കിൽ തന്നെ അത് ഇങ്ങോട്ടുണ്ടായതിനേക്കാൾ ഒരിക്കലും തന്നെ ഒരല്പം പോലും കൂടാൻ പാടില്ല. നീതി നിലനിൽക്കണം, സത്യം നിലനിൽക്കണം. നമ്മൾ അക്രമകാരികളാകുന്ന ഒരു നിമിഷം പോലും വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. എന്തൊരു സുതാര്യമായ നിലപാടാണ് ഇതൊന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനത്തെ നിലപാടുള്ള ഇസ്ലാമിനെ നോക്കിയിട്ട് ഇസ്ലാം തീവ്രവാദമാണ്, ഭീകരവാദമാണ് എന്നൊക്കെ ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ആ പറയുന്ന ആളുകൾക്ക് എന്തോ കാര്യമായ കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കലല്ലാതെ ചരിത്രത്തെക്കുറിച്ച് എന്തെങ്കിലും ധാരണയുള്ളവർക്ക് മറ്റെന്തു പറയാൻ സാധിക്കും എന്നതാണ് നമ്മളിവിടെ ചിന്തിക്കേണ്ടത്. എന്നിട്ട് നബി തങ്ങളോട് വീണ്ടും അല്ലാഹു പറഞ്ഞു വസ്ബിർ, നബിയെ അങ്ങ് ക്ഷമിക്കുക, വമാ സബറുക ഇല്ലാ ബില്ലാഹ്, തങ്ങളുടെ ക്ഷമ അള്ളാഹുവിനെ കൊണ്ട് മാത്രമാണ്. വെച്ചാൽ അള്ളാഹു തൗഫീഖ് തന്നിട്ട് അവൻ വലിയ സൗകര്യം ചെയ്തു തന്നതുകൊണ്ടാണ് ക്ഷമിക്കാൻ തങ്ങൾക്ക് സാധിക്കുന്നത്. അതൊരു വല്ലാത്ത പവറാണ്, മുത്തനബിക്കുള്ള വലിയ ക്വാളിറ്റിയാണ് എന്നർത്ഥം. ആരിൽ നിന്നെങ്കിലും നമുക്ക് നേരെ ഒരു അതിക്രമം ഉണ്ടായാൽ അതിന് എണ്ണി എണ്ണി പകരം ചോദിക്കലാണ് മികവ് എന്ന് മനസ്സിലാക്കണ്ട. മറിച്ച് അങ്ങനെയൊക്കെ ഒരാളൊരു വിവരക്കേട് ചെയ്താൽ ആ വിവരക്കേടിന് ക്ഷമ കൊണ്ട് മറുപടി കൊടുക്കുക എന്ന രീതി, അതാണ് ഏറ്റവും നല്ലത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പടച്ചവന്റെ തൗഫീഖ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അസാമാന്യമായ ക്ഷമക്കുള്ള കഴിവ് അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. അതാണ് വസ്ബിർ, തങ്ങൾ ക്ഷമിക്കുക, വമാ സബറുക ഇല്ലാ ബില്ലാഹ്, തങ്ങളുടെ ക്ഷമ അള്ളാഹുവിനെ കൊണ്ട് മാത്രമാണ്. വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമിക്കാനുള്ള തൗഫീഖ് അങ്ങേക്ക് നൽകിയതുകൊണ്ട് തന്നെ തങ്ങളെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് ആ രംഗത്ത് ഭംഗിയായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് വലാ തഹ്സൻ അലൈഹിം, തങ്ങൾ അവരുടെ മേലിൽ ദുഃഖിക്കണ്ട. വലാ തകു ഫീ ളൈഖിൻ മിമ്മാ യംകുറൂൻ, ഈ നിഷേധികൾ ഉണ്ടാക്കുന്ന കുതന്ത്രങ്ങൾ, ആ കുതന്ത്രങ്ങളുടെ പേരിൽ തങ്ങൾ ഒരിക്കലും തന്നെ മനക്ലേശമുള്ളവരാവുകയും വേണ്ട. അവരിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നതിന്റെ പേരിൽ തങ്ങൾ ഒരിക്കലും തന്നെ വിഷമിക്കണ്ട. മറിച്ച് ക്ഷമയോടുകൂടെ തങ്ങൾ മുന്നോട്ട് പോവുക. എന്താ കാരണം? ആ വിധത്തിൽ ക്ഷമയോടുകൂടെ മുന്നോട്ട് പോകുമ്പോൾ തങ്ങളെ സഹായിക്കാൻ നമ്മളുണ്ട്. അതായത് ക്ഷമിച്ചതിന്റെ പേരിൽ തങ്ങൾക്കൊരു നഷ്ടവും വരൂല, തങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള കുറവുകൾ സംഭവിക്കില്ല. തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ സഹായം തന്നുകൊണ്ട് തന്നെ കൂടെയുണ്ടാകും. അതാണ് ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു തആല മഅല്ലദീന തഖൗ, അവന്റെ ദോഷബാധയെ സൂക്ഷിക്കുന്ന, കുഫറും അതേപോലെ തന്നെ മറ്റ് തെറ്റുകുറ്റങ്ങളുമൊക്കെ വരാതെ സൂക്ഷിക്കുന്ന ആളുകളോടൊപ്പമാണ്. വല്ലദീനഹും മുഹ്സിനൂൻ, അവർ നന്മ ചെയ്യുന്നവരുമായിട്ടുള്ള ആളുകളോടൊപ്പമാണ്. നന്മ ചെയ്യാച്ചാൽ പടച്ചവന്റെ പൊരുത്തം എന്നത് മാത്രം ലക്ഷ്യം വെച്ച് അള്ളാഹു എന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ഓർമ്മയോടെ ആ ബോധത്തോടുകൂടെ പ്രവർത്തിക്കലാണല്ലോ ഇഹ്സാൻ. ആ ഇഹ്സാനോടുകൂടെ മുന്നോട്ട് പോവുക എങ്കിൽ അള്ളാഹുവിന്റെ സഹായം എന്ന ഒരു വല്ലാത്ത സംവിധാനം തങ്ങളുടെ കൂടെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആ വിഷയമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ തങ്ങൾക്കെതിരെ ഏതൊക്കെ വിധത്തിലുള്ള കുതന്ത്രങ്ങളുമായി ആരൊക്കെ ഉറഞ്ഞു തുള്ളിയാലും അവർക്കൊന്നും തന്നെ വാസ്തവത്തിൽ അവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കാത്ത വിധം പടച്ച തമ്പുരാന്റെ വളരെ ഗ്രാൻഡായിട്ടുള്ള സഹായം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. തങ്ങളുടെ കൂടെയുള്ള വിശ്വാസികൾക്കും അല്ലാഹു നൽകും. അതാണ് ഇന്നല്ലാഹ മഅല്ലദീന തഖൗ, അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയുള്ളവരോടൊപ്പമാണ്. വെച്ചാൽ റസൂലുള്ളാഹിക്ക് മാത്രമല്ല ഈ ആനുകൂല്യം, മറിച്ച് ഈ തഖ്വയോടുകൂടെ ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ പടച്ച തമ്പുരാന്റെ വിധിവിലക്കുകൾ ശ്രദ്ധിക്കുക, നിയമനിർദ്ദേശങ്ങൾ പാലിക്കുക, അതോടൊപ്പം തന്നെ അതെല്ലാം പാലിക്കുമ്പോഴും ശ്രദ്ധിക്കുമ്പോഴും അതൊക്കെ പടച്ച തമ്പുരാനെ നിരീക്ഷിക്കുന്നുണ്ടെന്ന ബോധത്തിന്റെയും ആ ഭക്തിയുടെയും അടിസ്ഥാനത്തിൽ ആക്കി തീർക്കുകയും ചെയ്യുക. അതാണ് ഇഹ്സാൻ.
അതാണ് വല്ലദീനഹും മുഹ്സിനൂൻ, അവർ നന്മയുള്ളവരാണ്, നന്മ ചെയ്യുന്നവരാണ്, അവരോടൊപ്പമാണ് അള്ളാഹു എന്ന് പറഞ്ഞത്. നമ്മൾ ആ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ഈ സൂറത്ത് ഇവിടെ അവസാനിക്കുന്നു. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.